ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഹരി എൻ ഹെൽത്ത് ആൻഡ് വെൽനസ് ഗൈഡായിട്ട് പ്രാക്ടീസ് ചെയ്ത് വരുന്നു. അതിന് കാരണം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ 2-3 വർഷമായിട്ട് 2-3 വർഷം മുമ്പേ ആരോഗ്യത്തെ സംബന്ധിച്ച ചില പഠനങ്ങളും ആ പഠനങ്ങളെ പറ്റിയുള്ള ക്ലാസ്സുകളും ക്ലാസ്സുകളിൽ പങ്കെടുക്കുവാനും അതുകൊണ്ട് തന്നെ അതിൽ നിന്നും കിട്ടിയ ആ അറിവുകൾ ഒന്ന് ഷെയർ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഭാഗമായി ഇന്ന് ആരോഗ്യം എന്ന കൺസെപ്റ്റിനെ കുറിച്ച് എന്താണ് ആരോഗ്യം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ അതിനൊരു നിർവചനം കൊടുത്തു. അതുപോലെ എന്താണ് ആരോഗ്യത്തിന്റെ പ്രസക്തി, നമ്മൾ ഒരുപാട് നാളായി വർഷങ്ങളായി നമ്മൾ ശീലിച്ചു വന്ന നമ്മുടെ ജീവിതശൈലിയും അതുപോലെ തന്നെ നമ്മുടെ ഒരു ചിന്താഗതിയുമായിരുന്നു നമ്മുടെ ആരോഗ്യത്തെ പറ്റി നമ്മളധികം ഭയപ്പെടാനൊന്നുമില്ല. ഒരു നല്ല ഹോസ്പിറ്റലുകളുണ്ട്, അതുപോലെ നല്ല ഡോക്ടർമാരുണ്ട്, ആധുനിക ചികിത്സാ സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തെ പറ്റി നമ്മൾ അധികം ഭയപ്പെടാനുള്ള കാര്യമില്ല. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ഹോസ്പിറ്റലുകളും ആധുനിക സൗകര്യങ്ങളോടുകൂടിയ നല്ല ട്രീറ്റ്മെന്റ് നമുക്ക് ലഭിക്കുകയും അസുഖം ഭേദപ്പെട്ട് വരികയും ചെയ്യുന്ന ആ ഒരു ധൈര്യം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കുറേയധികം മാറി ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ആരോഗ്യം എന്ന് പറയുന്നത് ഒരു ആശുപത്രിയോ ഒരു ഡോക്ടറോ വിചാരിച്ചാൽ നമുക്ക് നേടിത്തരാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്ന് ബോധ്യം വന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. പ്രത്യേകിച്ചും കൊറോണ വൈറസിന്റെ വ്യാപനത്തോടുകൂടി നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ ആയുസ്സിനേക്കാളുപരി നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നടക്കണമെങ്കിൽ അത്യാവശ്യമായ ഒരു ഘടകമാണ് ആരോഗ്യം എന്നത്. ആരോഗ്യം നമ്മുടെ സ്വയം ഉള്ള ബോധപൂർവമുള്ള പരിശ്രമങ്ങളിലൂടെ മാത്രമേ നമുക്ക് ആരോഗ്യം നേടിയെടുക്കാൻ പറ്റൂ എന്നും നാം ഓരോരുത്തരും ബോധ്യപ്പെട്ട ഒരു കാലയളവായിരുന്നു കൊറോണ വൈറസിന്റെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ആരോഗ്യം എന്ന് പരിശോധിക്കാം. അതായത് എന്താണ് ആരോഗ്യം? നമ്മളെ സംബന്ധിച്ച് നാം ചിന്തിച്ചിരുന്നത് രോഗങ്ങൾ ഇല്ലാത്ത ഒരു അവസ്ഥ നമുക്കുണ്ടെങ്കിൽ അത് നാം ആരോഗ്യകരമായ അവസ്ഥയിലൂടെയാണ് പോകുന്നത് എന്നായിരുന്നു ഏറെ നാളുകളായി നമ്മൾ വിശ്വസിച്ചിരുന്ന ഒരു കാര്യം. എന്നാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ ആരോഗ്യം എന്നതിന് ഒരു നിർവചനം കൊടുത്തു. നമുക്കതൊന്ന് പരിശോധിക്കാം. എന്താണ് ആരോഗ്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എന്നതാണ് ഒരു പ്രധാന ചോദ്യം. അതായത് നമ്മുടെ നമ്മുടെ ജീവിതകാലത്ത് നാം എങ്ങനെ ജീവിക്കണം, നാം ആരോഗ്യവാന്മാരായി എങ്ങനെ ജീവിക്കാൻ പറ്റുന്നത്, അങ്ങനെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, നമുക്ക് ആ രീതിയിൽ ജീവിച്ചു പോകണമെങ്കിൽ എന്താണ് ആരോഗ്യം എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. അതിൽ പ്രധാനമായ WHO കൊടുത്ത ഒരു നിർവചനമാണ് സമ്പൂർണ്ണ ആരോഗ്യം എന്നത് പൂർണ്ണമായ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ക്ഷേമത്തിന്റെ അവസ്ഥയാണ്, അല്ലാതെ കേവലം രോഗത്തിന്റെയോ വൈകല്യത്തിന്റെയോ അഭാവം മാത്രമല്ല. അതായത് സാമൂഹികവുമായതും അവിടെ ക്ഷേമത്തിന്റെ അവസ്ഥയാണ് ആരോഗ്യം എന്നാണ് ഇവിടെ നിർവചിക്കപ്പെട്ടത്. അപ്പോൾ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ ക്ഷേമം അല്ലെങ്കിൽ സമ്പൂർണ്ണ ആരോഗ്യം നമുക്കുണ്ടോ എന്ന്. അതിന് പലതരത്തിലുള്ള കാരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. എന്തൊക്കെയാണ് ഈ ആരോഗ്യം എന്ന കൺസെപ്റ്റിനെ പറ്റി, അല്ലെങ്കിൽ നാം ആരോഗ്യത്തോടു കൂടിയാണോ എന്ന് മനസ്സിലാക്കുവാനുള്ള പല രീതികൾ നമുക്ക്. അതേപോലെ നമ്മൾ ഒരു ആത്മപരിശോധന നടത്തേണ്ട കാലഘട്ടത്തിലൂടെയാണ് കടന്നത്. ആ
ഒരു കാലഘട്ടത്തിലൂടെ ആയതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ കുറിച്ച് നാം ശ്രദ്ധാപൂർവം വീക്ഷിക്കേണ്ടതും നമ്മൾ സ്വയം ഈ നിർവചനത്തിൽ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ക്ഷേമത്തോടു കൂടിയ അവസ്ഥ കൈവരിക്കുവാൻ നമ്മൾ ബോധപൂർവം പരിശ്രമിക്കേണ്ടിയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് സാധാരണഗതിയിൽ നമ്മൾ ഇതുവരെ കണ്ടുവന്നിരുന്ന ആരോഗ്യം കുറഞ്ഞുപോയി അല്ലെങ്കിൽ ആരോഗ്യം ഇല്ല എന്ന് പറയുമ്പോൾ വരുന്ന രോഗങ്ങളെ പറ്റിയാണ് നമ്മൾ അടുത്ത ചിന്തിക്കുന്നത്. ആ രീതിയിൽ രോഗാണുക്കൾ മൂലമുണ്ടാകുന്ന സാംക്രമിക രോഗങ്ങളാണ് ഒരേ വർഷങ്ങളായി നാം അനുഭവിച്ചിരുന്ന ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ. അതായത് വൈറസുകളും ബാക്ടീരിയകളും ഇങ്ങനെ സൂക്ഷ്മ ജീവികളുടെ അറ്റാക്ക് മൂലം ശരീരത്തിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുകയും അത് രോഗാവസ്ഥയിലെത്തുകയും ചെയ്യും. എന്നാൽ ആ ഒരു പ്രശ്നത്തെ നാം ഏറെക്കുറെ ആന്റിബയോട്ടിക്കുകളും വാക്സിനുകളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ആ ഒരു ആരോഗ്യ പ്രശ്നത്തെ നമുക്ക് അതിജീവിക്കുവാൻ സാധിച്ചു. അതേസമയം ഇന്ന് കാണുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് കാണുന്ന ലോകത്തിൽ നടക്കുന്ന മരണങ്ങളുടെ തന്നെ പ്രധാനപ്പെട്ട 5 കാരണങ്ങൾ ഈ പറയുന്നവയാണ്. കാർഡിയോവാസ്കുലർ ഡിസീസ്, അതായത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ക്യാൻസർ, സ്ട്രോക്ക്, റെസ്പിറേറ്ററി ഡിസീസസ്, അതായത് ശ്വാസകോശ സംബന്ധമായ അസുഖം, ഡയബറ്റീസ്, ഇങ്ങനെയുള്ള ഈ 5 രോഗങ്ങൾ അല്ലെങ്കിൽ അനാരോഗ്യാവസ്ഥ നമ്മുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുകയും അത് നമ്മുടെ മരണത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട 5 കാരണങ്ങളാണ് ഈ പറയുന്ന അസുഖം. ഈ രോഗങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പുറത്തുനിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന ഒരു രോഗാണുവിനെ കൊണ്ട് ആക്രമണം കൊണ്ടോ അല്ലെങ്കിൽ ഒരു രോഗാണുവിന്റെ പ്രവേശനം കൊണ്ട് ശരീരത്തിന് ആ ഒരു രോഗാണു പുറത്തുനിന്നുള്ള ഒരു ഘടകം നമ്മുടെ ശരീരത്തിൽ എത്തിപ്പെട്ടതുകൊണ്ട് അതിനെ അതിജീവിക്കാൻ പറ്റാതെ രോഗാവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യവുമല്ല ഈ പറയുന്ന 5 രോഗങ്ങൾ. എന്നാൽ ഈ 5 രോഗങ്ങളാണ് ലോകം എമ്പാടും തന്നെ മരണകാരണമായി കൊണ്ടിരിക്കുന്ന ഭീകരന്മാർ എന്ന് പറയും. അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ പറയുന്ന രോഗങ്ങളുടെ പ്രത്യേകതയാണ് ഒബേസിറ്റി, ഹൈ കൊളസ്ട്രോൾ ലെവൽ, ഹൈപ്പർ ടെൻഷൻ, ക്യാൻസർ, ഇങ്ങനെയുള്ള ഹൃദയാഘാതം, ഇങ്ങനെയുള്ള രോഗങ്ങൾ. ഇവയ്ക്ക് കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ രോഗാണുക്കളോ മറ്റു ഘടകങ്ങളോ അല്ല. നമ്മുടെ ജീവിത രീതിയാണ് ഈ വിധ അസുഖങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ആരോഗ്യത്തിന്റെ നമുക്ക് വേണമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന രോഗങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടിക്കൊണ്ട് അല്ലെങ്കിൽ ഈ രോഗങ്ങൾ നമുക്ക് പിടിപെടാതെ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതാണ് നാം പിന്നീട് ചിന്തിക്കേണ്ട വിഷയം. ഈ പറയുന്ന ആരോഗ്യം എന്ന് പറയുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാകണമെങ്കിൽ, ഒപ്റ്റിമൽ ഹെൽത്ത് നമുക്ക് ഉണ്ടാകണമെങ്കിൽ എന്തായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളെന്ന്? അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പതിവായ വ്യായാമം. ആ വ്യായാമം നമുക്ക് ആവശ്യമായ രീതിയിലുള്ള വ്യായാമം ആയിരിക്കും. അതേപോലെ മതിയായ വിശ്രമം, പോസിറ്റീവ് മാനസിക മനോഭാവം. ഈ പറയുന്ന ഘടകം പോസിറ്റീവ് മാനസിക മനോഭാവം എന്ന് പറയുന്നതൊക്കെ നമുക്ക് സ്വയം നേടിയെടുക്കാൻ പറ്റുന്ന ഘടകങ്ങൾ. അതുപോലെ 4ാമത് മതിയായ പോഷകാഹാരം എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. അതായത് കൃത്യമായ മൂവ്മെന്റ്സ് ശരീരത്തിന് നമുക്കുണ്ടായിരിക്കും. അത് കൃത്യമായ സമയത്ത് എല്ലാ ദിവസവും കൃത്യമായ രീതിയിൽ കൃത്യമായ സമയത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ രീതിയിലെ മൂവ്മെന്റ്സ്, അതാണ് വ്യായാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ മതിയായ വിശ്രമം എന്ന് പറയുന്നത് നമ്മുടെ കൃത്യമായ ഉറക്കം തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 6 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും നാം ഉറങ്ങിയിരിക്കണം. അതേപോലെ പോസിറ്റീവ് മാനസിക മനോഭാവം, അത് നമ്മളെ ഏറെക്കുറെ നമ്മുടെ ഈ 4 ഘടകത്തിൽ 3 ഘടകവും നേരെയായാൽ തന്നെ അത് ബാലൻസായി നമ്മൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ തന്നെ ഈ മാനസിക മനോഭാവവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നീട് പറയുന്നത് മതിയായ പോഷകാഹാരം എന്ന് പറയുന്ന 4ാമത്തെ ഘടകം. ഈ ഘടകം നമുക്ക് വ്യായാമം, വിശ്രമം, മാനസിക ഭാവം ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെങ്കിൽ ഈ പോഷകാഹാരം എന്ന് പറയുന്നത്
ഇന്ന് നമ്മുടെ മുന്നിലുള്ള വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഘടകം തന്നെ. എന്താണ് ഈ പോഷകാഹാരത്തിന്റെ കുറവ് കൊണ്ട് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്? ഈ പറയുന്ന 4 ഘടകങ്ങളുടെയും ഇംബാലൻസ് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് അനാരോഗ്യത്തിലേക്ക്. അതുകൊണ്ട് തന്നെ ഈ 4 ഘടകങ്ങളെ പറ്റി നമ്മൾ വിശദമായി മനസ്സിലാക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായി കൊണ്ടുവരികയും ചെയ്താൽ നമുക്ക് ആരോഗ്യകരമായി ജീവിക്കാം. അങ്ങനെയെങ്കിൽ ഈ വ്യായാമം എന്നതിനെ കൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ, അതേപോലെ നമുക്ക് ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ വേണ്ട ഈ 4 ഘടകങ്ങളിൽ ഏതൊക്കെ നാം കൃത്യമായി പരിപാലിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കുന്നുണ്ട് എന്ന ഒരു വലിയ ചോദ്യചിഹ്നം തന്നെ നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ പറഞ്ഞ 4 പില്ലേഴ്സ്, ആരോഗ്യത്തിന്റെ 4 തൂണുകൾ, ഇത് നാം വ്യക്തമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ് തന്നെ. ഒരു ആരോഗ്യം എന്നതിന്റെ ഒരു നിർവചനവും അതേപ്പറ്റി മനസ്സിലാക്കിയിരിക്കേണ്ടതിന്റെ ആവശ്യകതയും ഏറെക്കുറെ എനിക്ക് ചർച്ച ചെയ്യാൻ പറ്റിയെന്ന വിശ്വാസത്തോടുകൂടി കൂടുതൽ വിശദമായ ആരോഗ്യത്തെ സംബന്ധിച്ച കൂടുതൽ വിശദമായ വീഡിയോയുമായി വീണ്ടും കാണാം എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു.